മില്യൺ മാൻ മാർച്ച് ഇത് എഴുതിയത് മായ എഞ്ചലോ. അപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ എന്താണ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് റേസിസം. ഇങ്ങനെ റേസ് കറുപ്പും വെളുപ്പും ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും അതിനൊരു മാർച്ച് എഗെയിൻസ്റ്റ് അപ്പർത്തൈഡ് സിസ്റ്റം. മറ്റേ നോട്ടിൽ ടെക്സ്റ്റിൽ 34ാമത്തെ പേജിൽ ഇതിനുണ്ട്, തീമിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പോയറ്റ് എന്ന് വെച്ചാൽ ആഫ്രോ അമേരിക്കനാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ആയതിൻ്റെ അതായത് കറുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാമാണ് ഈ പോയത്തിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇങ്ങനെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ബ്ലാക്ക് വുമൻസും ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഒരു സപ്രസ് ചെയ്തിട്ടും ഒപ്രസ് ചെയ്തിട്ടും ജീവിച്ച് ഇതാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റത്തെ സ്റ്റാൻസ ദ നൈറ്റ് ആസ് ബിൻ ലോങ് ദ ബൗണ്ട് ആസ് ബിൻ ഡീപ്പ്. ഇതിലെല്ലാം പറയുന്നത് എന്തിനാ വെച്ചാൽ ആ ഫസ്റ്റത്തെ സ്റ്റാൻസ പറയുന്നത് എന്താണെന്ന് പറയുക സ്ട്രഗിൾസിലും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയൊരു കൊടുത്തതാണ്. അതായത് നൈറ്റ് കുറേ ഉണ്ട്, ബൗണ്ട് ആസ് ബിൻ ഡീപ്പ്, മുറിവുകൾ നല്ലോണം ഡീപ്പ് പെയിൻ ഉള്ളതാണ്. അതായത് ഓരോ ഹെൽപ്ലെസ്നെസ്, അവർക്ക് സഹായം ഇല്ലാതെ പോലത്തെ ഓരോ അത്രക്കുള്ള പാത്തറ്റിക് സിറ്റുവേഷൻ ആണ് ഫസ്റ്റത്തെ സ്റ്റാൻസിലൂടെ ഇവർ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുക ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് ബീച്ചിലോട്ട് ഐ വാസ് ഡ്രാഗ്ഡ് ബൈ മൈ ബ്രൈഡ്സ്. അതായത് ഫിസിക്കലി അവർ ഉപദ്രവിച്ചത്. അതായത് ബ്ലാക്ക് മോമെന്റിന്റെ ഒരു സെക്ഷൽ ഹറാസ്മെന്റിലാണ് ഇവർ ഇതിൽ പറഞ്ഞത്. അതായത് നമ്മളെ കൈ കെട്ടിയിട്ടേ ഇല്ലേ, നമ്മളെ വായ ഇങ്ങനെ ബൗണ്ട് ചെയ്തിട്ടേ ഇല്ലേ, അതായത് നമുക്ക് നമ്മുടെ പേര് പോലും പറയാൻ കഴിയുന്നില്ല. കാരണം അത്രക്കും നമ്മൾ സ്ലേവറി, അടിമത്തം, ഒപ്പറേഷൻ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു സെക്കൻഡ് സ്റ്റാൻസിൽ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ത്രൂ ഔട്ട് ഹിസ്റ്ററി യു ഹാവ് വേൺ എ ബാഡ്ജ് ഓഫ് ഷെയിം. നിങ്ങളെന്താണ് ഈ ഒരു ഹിസ്റ്ററി മൊത്തം, അത് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഷെയിമാണ്. വേണമെന്ന് വെച്ചാൽ ധരിക്കുക, നിങ്ങളൊരു ഷെയിമായിട്ട് അവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിന് പ്രതികരിക്കണം. അങ്ങനെയാണ് ഈ സ്റ്റാൻസിൽ പറയുന്നത്. എന്നിട്ട് വീണ്ടും അതാണ് ആ പോയം റിപ്പീറ്റ് അടിക്കുന്നത് ദ നൈറ്റ് ഹാസ് ബീൻ ഡാർക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു സ്ട്രഗിൾ, ഒരു ഡീപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലേ അടുത്ത 4ാമത്തെ സ്റ്റാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാൻസ്. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ആൻസിസ്റ്റേഴ്സ്, അതായത് വോയിസ് ഓഫ് ഓൾഡ് സ്പിരിറ്റ് സൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ആൻസിസ്റ്ററിൻ്റെ ശബ്ദം കുറച്ച് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഇതാക്കുന്നുണ്ട്. അതായത് എന്ന് വെച്ചാൽ അക്രോസ് ദ ഇയർ, അക്രോസ് ദ സെഞ്ചുറീസ്, ഓഷ്യൻ സീസ്, അതായത് കാലഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്. കാരണം നമ്മളെ ഓൾഡ് വൺസ് റിമൈൻഡ് സ്ലേവറി ചെയിൻസ്. നമ്മളെ ഓൾഡ് വണ്ണ് അടിമത്തത്തിലെ ഒരു ചെയിനാണ് ഉണ്ടായത്, സ്ലേവറി ചെയിൻ. അപ്പോൾ അവർ അങ്ങനെ ആയിക്കൊണ്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഫ്രീഡം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കുറിച്ചല്ല, ആഫ്രോ അമേരിക്കൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പണ്ടത്തെ ആൻസിസ്റ്റേഴ്സ് അവരിങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്ലേവറി ചെയിനിൽ ഉണ്ടായതുകൊണ്ടാണ്, അതായത് ഓരോ നമ്മളെ ഏതെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് ഫ്രീഡം കിട്ടുന്നത്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡമിൽ നമുക്ക് കിട്ടുന്നത് ഓരോ അങ്ങനത്തെ ഒരു സ്ലേവറി ചെയിൻ ഉണ്ടായതുകൊണ്ടാണ്. ഇത് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത് നൈറ്റ് ഹാസ് ബിൻ ലോങ് ദ ബൗണ്ട് ഹാസ് ബിൻ ഡീപ്പ്. അത് വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് മറ്റേ പറഞ്ഞാൽ ഓരോ സ്ട്രോങ് ആയിട്ടുള്ള ഓരോ സ്ലേവറിനെ കുറിച്ച് പറയാനാണ്. സ്ലേവറി വെച്ചാൽ അടിമത്തം, ഓപ്പറേഷനെ കുറിച്ച് പറയാനാണ് അത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റാൻസ് പറഞ്ഞത് നമ്മൾ ജീവിച്ചതൊരു നരകത്തിലാണ്, നമ്മൾ ജീവിച്ചിരിക്കുന്നതും ഒരു നരകത്തിലാണ്. ദ ഹെൽസ് വി ഹാവ് ലിവ്ഡ്, നമ്മൾ ജീവിച്ചത് നരകത്തിലാണ്. ത്രൂ ദ ലിവ്സ് ത്രൂ സ്റ്റിൽ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലാണ്. അത് നമ്മളെ സെൻസിനെ ഷാർപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹെല്ലും നമ്മളെ സെൻസിനെ ഭയങ്കര ഷാർപ്പ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ 4 മാർക്കിനെ വേണമെങ്കിൽ ചോദിക്കാം. അതായത് മറ്റേ ലൈൻ ബൈ ലൈൻ തന്നതിൽ അതിൽ ലാസ്റ്റത്തെ ലൈനിലൊരു ഫാമിലിൻ്റെ ലവിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് സീ യുവർ ലവ് ഫോർ ഫാമിലി ഇൻ യുവർ ബിഗ് ബ്രൗൺ. നിങ്ങളുടെ കണ്ണിൽ ആ ഫാമിലിൻ്റെ ലവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള പറയുന്നത്. അപ്പോൾ ഇതുവരെ ഈ പോയം പറയുന്നത് വെച്ചാൽ ഈ സ്റ്റാൻസ് വരെ ഞാൻ ഫുർത്തിക്ക് ലൈൻ ബൈ ലൈനൊന്നും പറഞ്ഞില്ല. മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ സ്ലേവറി അഗെയിൻസ്റ്റ് റേസിസം. ഇതുവരെ ഓരോ അനുഭവിച്ച കാര്യങ്ങളും, അനുഭവിച്ച സ്ലേവറിയും ഓപ്പറേഷനും സപ്രസിങ്ങും അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾക്കെതിരെയാണ് ഓർ സംസാരിക്കുന്നത്. അത് നമ്മളെ ഭയങ്കര ഓർക്കുണ്ടാക്കിയ ഇമ്പാക്റ്റും പോയിറ്റിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും അതുപോലെ ആൻസിസ്റ്റർ സ്ലേവറി ചെയിൻ ഉണ്ടായി നമുക്ക് കിട്ടിയ ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ് ഇതുവരെയുള്ള പറയുന്നത്. പിന്നെ അടുത്ത മുതൽ പറയുന്നത് നമ്മൾ ഇനി എന്താക്കേണ്ടത്. അതായത് ഐസേ ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ്, ഒരു ജോയ്ഫുൾ ആയിട്ട് ആൻഡ് ലെറ്റ്സ് കം. അതായത് നമ്മൾ എന്താക്കണം, ഒരുമിച്ച് കൂടിയിട്ട് ഇതിനെ എതിർക്കണം, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യണം. റേസിസം ഡിസ്ക്രിമിനേഷനും പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഈച്ച് അതർ വിത്ത് ലവ്, സ്നേഹത്തോടെ എല്ലാവർക്കും അപ്പുറം ലവ് കൊടുത്തിട്ട്. അതേപോലെ തന്നെ ലെറ്റസ് കം ടുഗെദർ ആൻഡ് റിവീൽ അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയങ്ങൾ അപ്പുറം കൈമാറിയിട്ട് ഒരു ഫുൾ പോസിറ്റീവ് എനർജിയാണ് ഇത് പറയുന്നത്. റിവൈസ് അവർ സ്പിരിറ്റ്. പിന്നെ ക്ലെൻസ് അവർ സോൾ. ക്ലെൻസ് എന്ന് നമ്മൾ പറയില്ല, ക്ലെൻസിങ് എന്നെല്ലാം പറയുന്നത്. അതുപോലെ നമ്മുടെ സോൾ, നമ്മൾ ഒരാളും നല്ല ഒരു പോസിറ്റീവായിട്ടും ഒരു ഗുഡായിട്ടും ഒരു ക്ലീൻ സോളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിട്ട് ഇതിനെല്ലാം എതിർക്കാം. ആൻഡ് സ്റ്റോപ്പ് ഇമ്പോസ്റ്ററിങ് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളായിട്ട് കിട്ടേണ്ടതില്ല, നമ്മളായിട്ട് തന്നെ നമ്മുടെ ഹിസ്റ്ററി ചേഞ്ച് ആക്കാം. അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് എന്ത് ഇൻവൈറ്റ് ജോയി ആൻഡ് കൺവേഴ്സേഷൻ. അതായത് നമ്മൾക്ക് നല്ല ജോയിയും കൺവേഴ്സേഷനിൽ ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ കോട്ടസി, കിച്ചണിൽ ജെന്റിൽനെസ്,
നഴ്സറിയിൽ കയറി നമുക്ക് കൊണ്ടുവരാം. ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ റൈറ്റും നമ്മുടെ സോഷ്യൽ റെസ്പെക്റ്റും സോഷ്യൽ സേഫ്റ്റിയും ഇതെല്ലാം നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ കിച്ചണിലും നഴ്സറിയിൽ നമുക്ക് കൊണ്ടുത്തരാം. അങ്ങനെ ഇതിൽ പറയുന്നത് ഫുള്ള് നമുക്ക് ഇതിൽ ചേഞ്ച് ആക്കാം എന്നുള്ളത് ഞാൻ പറയുന്നത്. ലാസ്റ്റ് 3 ലൈൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആൻസിസ്റ്റർ റിമൈൻഡ് ആസ് ഡെസ്പേറ്റ് ആൻഡ് ഹിസ്റ്ററി ഓഫ് പെയിൻ. അതായത് ഡെസ്പേറ്റ് എന്ന് പറയുമ്പോൾ അവോയ്ഡ് ആക്കാം. നമ്മളെ ആൻസിസ്റ്റർ നമ്മളെ പണ്ടത്തെ ഹിസ്റ്ററി നമ്മൾ അനുഭവിച്ച് നമുക്ക് അന്ന് അവോയ്ഡ് ആക്കാം. വി ആർ ഗോയിങ് ഓൺ പീപ്പിൾ ഹു വിൽ റൈസ് അഗൈൻ. നമ്മളെന്താണ് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ആവില്ല, ഇങ്ങനെ റൈസ് ചെയ്തോണ്ട് എല്ലാം പ്രതികരിച്ചതുകൊണ്ട്. ആൻഡ് സ്റ്റിൽ വി റൈസ്, നമ്മളിപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പോയറ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എഗൈൻസ്റ്റാ പറയുന്നത്. രണ്ടാമത്തെ ടോൺ ചേഞ്ച് ആവുന്നത്. ഫസ്റ്റത്തെ ടോണിൽ പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിസ്കാസ്റ്റിംഗ്, ഒരു ആങ്കർ എന്ന രീതിയിലാണ്, അതായത് മെലാങ്കോളിക്ക് എന്നെല്ലാം പറയും ഓരോ സിറ്റുവേഷൻ എല്ലാം കൊണ്ട്. പക്ഷെ രണ്ടാമത് ക്ലാപ്പിൻ്റെ അടുത്തുന്ന സമയത്ത് ഓരോ ടോൺ മൊത്തം ചേഞ്ച് ആവാൻ. ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, അതായത് പോസിറ്റീവായിട്ട് ഒരു ചിന്തിച്ചിട്ട് നമുക്ക് ചേഞ്ച് ആവണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത്. ഇത് ലൈൻ ബൈ ലൈൻ പഠിക്കുകയാണെങ്കിൽ കുറച്ച് പാടാണ്. ഓവറോൾ സമ്മറി ആണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഡിസ്ക്രിമിനേഷനാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇതിലെ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുകയാണെങ്കിൽ റിഫ്രെയിൻ ഉണ്ട് ആ ഫസ്റ്റത്തെ ലൈനിലെ ദ നൈറ്റ് ആസ് ബിലോങ്. അത് റിഫ്രെയിൻ എന്ന് വെച്ചാൽ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് കൊടുക്കുന്ന ലൈന്, അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിച്ചുകൊണ്ട് കൊടുക്കുന്നത് 4 ലൈനും. പിന്നെ ഉള്ളത് റെയിമിങ് സ്കീമൊന്നും ഇല്ല, പ്രത്യേകിച്ച് എന്താ സ്റ്റാൻസ വൈസ് ഒന്നും ഇല്ല. പിന്നെ മെറ്റഫറായിട്ട് പറഞ്ഞത് അതായത് ഹെല്ലിന് ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള നരകത്തിനല്ല, നമ്മൾ ജീവിച്ച രീതിയിലാണ്. അപ്പോൾ അത് മെറ്റഫറാണ്. പിന്നെ സ്ലേവറി ചെയിൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ ആയിട്ട് ഉപമിച്ചതാണ്. അപ്പോൾ മെറ്റഫർ എന്ന് പറയുന്നത് സ്ലേവറി ചെയിനും ഹെൽസും. ലാസ്റ്റ് ഇങ്ങനെ കൺക്ലൂഷൻ ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ സമ്മറിൽ എഴുതി കൊടുത്തിട്ട് നമ്മൾ സിവിൽ ഡിമാൻഡ് ഓൺ സിവിൽ റൈറ്റ്സ്, അതേപോലെ തന്നെ വാട്ട് ഈസ് റോങ് വിത്ത് ബീയിങ് ബ്ലാക്ക്, ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് എന്താണ് നഷ്ടപ്പെടാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അപ്പം സ്നേഹം കൊടുക്കണം, നമ്മൾ ഇങ്ങനത്തെ ഇൻജസ്റ്റിസിനെതിരെ എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള പൊതുവായ അറിവ് എഴുതി കൊടുത്താൽ മതി.